അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിനിസ്ട്രി ഓഫ് ഫെയ്ത്ത് ക്രിസ്ത്യാനികളുടെ സംരക്ഷണത്തിനായി തുടങ്ങിയപ്പോൾ തന്നെ ന്യൂസ് ഇന്ത്യ മലയാളം പറഞ്ഞൊരു കാര്യമുണ്ട്. അത്തരത്തിൽ ഒരു ബോർഡ്, സനാതനധർമ്മ ബോർഡ്, അത് ഇന്ത്യയിലും വരും എന്നുള്ള കാര്യം. എന്നാൽ അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ തന്നെ നമ്മൾ ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന വാർത്തയാണ്. ആന്ധ്രാപ്രദേശിൽ തിരുപ്പതിയിൽ ലഡുവിൽ പന്നിയുടെയും ബീഫിന്റെയും കൊഴുപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് വലിയ കോലാഹലമാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള പവൻ കല്യാൺ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് സനാതനധർമ്മ ബോർഡ് ഇവിടെ ഇല്ലാത്തതെന്ന്. ആ നീക്കമാണ് ഇപ്പോൾ ഒരു വമ്പൻ നീക്കമായി വരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം കാൽനടയായുള്ള യാത്രയ്ക്കാണ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള പവൻ കല്യാണിന്റെ സനാതന ധർമ്മ സംരക്ഷണ യാത്ര അത് ഉടനെ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ സനാതന ധർമ്മ സംരക്ഷണ യാത്ര ആരംഭിക്കുന്നത് കേരളത്തിൽ നിന്നാണ് എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ആദ്യം അദ്ദേഹം സന്ദർശിക്കാൻ പോകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രമായിരിക്കും തിരുവനന്തപുരത്തെ എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതിനുശേഷം മധുര മീനാക്ഷി ക്ഷേത്രം വഴി അദ്ദേഹം തന്റെ പര്യടനം തുടരും എന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലും ആന്ധ്രയിലും വിവിധ ക്ഷേത്രങ്ങൾ, മഹാക്ഷേത്രങ്ങൾ അദ്ദേഹം സന്ദർശിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ശേഷം മധുര മീനാക്ഷി ക്ഷേത്രം, അവിടം വഴി പരശുരാമസ്വാമി ക്ഷേത്രം, അഗസ്ത്യ ജീവസമാധി, കുംഭേശ്വര ക്ഷേത്രം, സ്വാമിമല, തിരുത്തണ്ണി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ നീക്കം തന്നെയാണ് ഈ പവൻ കല്യാണിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പവൻ കല്യാണിന്റെ പാർട്ടി നേരത്തെ തന്നെ വലിയ BJP-യെക്കാളും വലിയ ഹിന്ദുത്വം പേറുന്ന പാർട്ടിയാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. അദ്ദേഹം അധികാരമേറ്റതിനു ശേഷം വലിയ വലിയ നീക്കങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പവന്റെ പര്യടനത്തിന്റെ ഭൂരിഭാഗവും തമിഴ്നാട്ടിലാണ് നടക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സമയത്ത് നമ്മൾ ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യം, പവൻ കല്യാൺ തിരുപ്പുറം കുണ്ട്രം സന്ദർശിക്കുമോ എന്നുള്ളതാണ്. മുരുകന്റെ 6 പുണ്യമലകളിൽ ഒന്നായ തിരുപ്പുറം കുണ്ട്രത്തിൽ അവിടെ മറ്റു മതമൗലികവാദികൾ മൃഗബലി നടത്തണം എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ വിഷയം അവിടെ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം അണ്ണാമലൈ തൈപ്പൂയ ദിവസം കാവടിയെടുത്ത് പഴനിയിൽ കയറിയിരുന്നു. ആ പോസ്റ്റിൽ, ആ എക്സിൽ അദ്ദേഹം ഇട്ട ആ പോസ്റ്റിൽ എല്ലാ മലയും മുരുകന്റേതാണ് എന്നും അണ്ണാമലൈ പറഞ്ഞിരുന്നു. ഇവർ സംയുക്തമായി ചേർന്നുള്ള നീക്കമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. എന്തായാലും ഉദയനിധി സ്റ്റാലിന്റെ സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തെ ഏറ്റവും അധികം നഖശിഖാന്തം എതിർത്തത് പവൻ കല്യാണാണ്. ഇത് തമിഴ്നാട്ടിൽ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചാ വിഷയമായി മാറിയിരുന്നു. ഹിന്ദു ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുമ്പോഴും സനാതന ധർമ്മം ആചരിക്കുമ്പോഴും സനാതന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോഴും ആർക്കാണ് ഇവിടെ ഇത്ര പ്രശ്നമെന്നാണ് പവൻ കല്യാൺ ചോദിക്കുന്നത്. ചില മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക തന്നെ വേണം. സനാതന ധർമ്മമില്ലാതെ രാജ്യം ഇതുപോലെ തുടരില്ല എന്നുള്ളതാണ്. സനാതന ധർമ്മം പേറുന്ന ആൾക്കാർ രാജ്യത്ത് ഭൂരിഭാഗം ഉള്ളത് കൊണ്ടാണ് ഈ രാജ്യം ഒരു മതേതര രാജ്യമായി ഇന്നും നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അത് രാജ്യത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ പോലും വഴികാട്ടിയാണ് എന്നുള്ളതാണ് പവൻ കല്യാൺ പറയുന്നത്. എന്തായാലും വലിയ നീക്കം പവൻ കല്യാണിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.